നസ്ലി നായകനായിട്ടുള്ള മോളിവുഡ് ടൈംസ് ഭയങ്കര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗംഭീര വിഷയം തന്നെയാണ് പറയുന്നത്. സിനിമയ്ക്കുള്ള സിനിമ ഒരു പുതിയ സബ്ജക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഇത് കുറച്ച് വേറൊരു ബ്രൂട്ടലി ഓണസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തരത്തിലാണ് സിനിമ വന്നിരിക്കുന്നത്. അതായത് നസ്ൽ എന്ന് പറയുന്ന കഥാപാത്രം വിനീത് വസുദേവൻ ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കർ ആണ്. അയാൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് ബൈ ദിസ് ഫിലിം മേക്കർ, അതാണ് സിനിമയിൽ മേജറായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇത് കാണിച്ചിരിക്കുന്ന വിധം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് ഭയങ്കര എന്താ പറയുക, പ്രേക്ഷകനെ ഭയങ്കര രസകരമായിട്ട് സിനിമയ്ക്ക് ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് പല തരത്തിൽ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ഡാർക്ക് കോമഡിയാണ്. പക്ഷെ അതുകൊണ്ട് അത്തരത്തിലുള്ള എന്താ പറയുക തമാശകളാണുള്ളത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് നമ്മൾ മുകുന്ദനുണ്ണിയിലൊക്കെ കണ്ട ആ ഒരു കൈൻഡ്, പക്ഷെ അത്രയും എന്താ പറയുക ഡീപ്പായിട്ടില്ല. ബട്ട് ദെൻ ഇറ്റ് ഹാസ് ഫ്ലേവേഴ്സ് ഓഫ് ഡാർക്ക് കോമഡി. അപ്പോൾ ആസ്പയറിംഗ് ആയിട്ടൊരു ഫിലിം മേക്കർ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ, എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ഫേസ് ചെയ്യുന്നു, ഒബ്സ്റ്റക്കിൾസ് ഫേസ് ബൈ ദിസ് പെർട്ടിക്കുലർ ഫിലിം മേക്കർ, അതാണ് മെയിനായിട്ട് സിനിമയിൽ പറയുന്നത്. ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊഡ്യൂസർ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എങ്ങനെ ആണ് ആൾക്കാർക്ക് പണി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് എന്താ പറയുക ബാക്കിയുള്ള പാരവെപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ വളരെ നന്നായിട്ട് കാണിച്ചിരുന്നുണ്ട് നമ്മുടെ അഭിനവ് സുന്ദർ നായകന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പേസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് മൂവി അല്ല, അതായത് ഫാസ്റ്റ് ആയിട്ടൊരു പടമല്ല. എന്താ പറയുക, അതുപോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് ഹാവിങ് വെരി എന്താ പറയുക ഭയങ്കര ഒരു ഫാസ്റ്റ് കട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളിലോ, സ്ലോ ആണ് സിനിമ. തുടക്കം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക ടൈം എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു ഹാഫ് ടൈം ഒക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവെൽ വരെ ഒക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും സിനിമ വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി, എന്താണ് ഫിലിം മേക്കർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിനിമ ഭയങ്കര എന്താ പറയാ തിരക്കഥയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നല്ല പറയുന്നത്. ബട്ട് ദെൻ ഇറ്റ് ഇസ് ഗുഡ് ഇൻ എന്താ പറയാ ഒരു 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 ആ ഒരു സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ തരത്തിലേക്ക് എത്താനായിട്ട് ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ എന്താ പറയാ വളരെ അത് മാത്രമല്ല ഇതിൽ പറയുന്ന വിഷയം സിനിമ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കണക്ട് ആവും. DTS ഒക്കെ നമ്മൾ 2000 കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള DTS 99 2000 കാലഘട്ടം DTS ഒക്കെ വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് സൗണ്ട്, 2 ഡയറക്ഷൻ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഇങ്ങനത്തെ വളരെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ വിനീത് വാസുദേവൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ചെറുപ്പത്തിൽ അയാൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് പോലെയൊക്കെ തോന്നുന്ന കുറേ പരിപാടികൾ ഉള്ളൊരു സിനിമ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന മോളിവുഡ് ടൈംസ്. നൊസ്റ്റാൾജിയ ഉണ്ട്, പിന്നെ എങ്ങനെയാണ് ആൾക്കാർ സിനിമയിലേക്ക് ആകൃഷ്ടരാകുന്നത് അല്ലെങ്കിൽ ചതിക്കുഴികൾ എന്തൊക്കെയായിരിക്കാം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ മോളിവുഡ് ടൈംസ്. ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ സൂപ്പർ ആയിട്ടുണ്ട്. നസ്ലിൻ ഹാസ് ഡൺ എ വെരി ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ വണ്ടർഫുൾ ജോബ്, ബിക്കോസ് പുള്ളൊരു കംഫർട്ട് സോണിൽ നിന്ന് പുള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല രസമുള്ള പാട്ട്, ജേക്സ് ബിജോയിന്റെ BGM ആണെങ്കിലും പാട്ടുകളാണെങ്കിലും അപ്ന ഹൈലൊക്കെ നേരത്തെ തന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര എന്താ പറയുക ഒരു രസകരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്.